രണ്ട് പെണ്ണുങ്ങൾ ഒരുമിച്ച് ചേർന്ന് നനച്ചിറങ്ങിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും സംഭവിക്കുകയല്ലേ. എന്തായാലും നമുക്കിന്ന് വത്സമ്മയുടെ മേലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് വത്സമ്മ. എനിക്ക് 37 വയസ്സുണ്ട്. ഓൾഡ് ഫാഷനുള്ളൊരു പേരാണെങ്കിലും ഞാൻ വളരെ മോഡേണായിട്ട് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്. ഭർത്താവ് ഞാനും കേരളത്തിന് പുറത്താണ് ജീവിച്ചത്. പക്ഷേ എൻ്റെ മകൻ ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് എൻ്റെ ഭർത്താവിന് നിർബന്ധമാണ്. കേരളത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു ഉദ്യോഗമല്ല അദ്ദേഹത്തിനുള്ളത്. എവിടെ പോയാലും ഞാനും പിറകെ പോകണം. കാര്യം എന്നെ വലിയ കാര്യമാണ്. 24 മണിക്കൂറും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനാണ് ആഗ്രഹം. പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് അങ്ങ് പോകുന്നതേ ഉള്ളൂ. എല്ലാ ദിവസവും പുള്ളിക്ക് എന്നെ കാണുമ്പോൾ വല്ലാത്ത ഇളക്കമാണ്. എന്നും എന്നെ പ്രശംസിക്കും. ഇന്ന് നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ അത് കേൾക്കുമ്പോൾ ഒന്ന് കുണുങ്ങിച്ചിരിക്കും. അങ്ങയുടെ കാര്യം നടക്കണം, അതിനു വേണ്ടിയിട്ടുള്ള പ്രശംസയാണെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ വളരെ കുറവാണ്. ആണുങ്ങളല്ലേ, അവരുടെ ആഗ്രഹങ്ങൾ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭാര്യമാരെ പുകഴ്ത്തുന്നതിൽ തെറ്റില്ലല്ലോ. അല്ലാതെ എൻ്റെ ഭർത്താവ് എന്നെ മാത്രം നോക്കിയിരിക്കുന്നവനാണെന്നും നല്ലവനാണെന്നും ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സ്ട്രിക്റ്റ് സാഹചര്യമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും എന്നെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നാട്ടിലേക്ക് വിടാതെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എനിക്കും അതൊക്കെ ഇഷ്ടമാണ്. ഇത്രയും കാലം ഞങ്ങൾ വളരെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കഴിഞ്ഞിരുന്നത്. ഒരു കുട്ടി ഉണ്ടായ ശേഷം അടുത്ത കുട്ടി പിന്നെ ഉണ്ടായതുമില്ല. അത് ചൂടാണ് കാരണമെന്ന് ഭർത്താവ് പറയും. എന്തായാലും എനിക്ക് പിന്നീട് ഒരു കുട്ടി വേണമെന്നൊന്നും തോന്നിയിട്ടില്ല. സ്വാഭാവികമായി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിട്ടും കുട്ടികളുണ്ടായതുമില്ല. അത് ഒരനുഗ്രഹമായി ഞാൻ കരുതുകയും ചെയ്തു. പിന്നെ പെട്ടെന്നാണ് തണുപ്പുള്ളൊരു സംസ്ഥാനത്തേക്ക് സ്ഥലമാറ്റം കിട്ടിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, പണി പാളി. അലർജിയും പ്രശ്നങ്ങളും എനിക്ക് തുടങ്ങി. ആ സമയത്താണ് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നത്. പിന്നെ അമ്മ മാത്രമായി. അപ്പോൾ എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുമെന്നായി. അങ്ങനെയായപ്പോൾ ഈ 2 പ്രശ്നങ്ങളും ചേർത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു, ശരി, തൽക്കാലത്തേക്ക് നീ പോകൂ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. നിന്നെ വിട്ടുപിരിയാൻ എനിക്കൊത്തിരി പ്രയാസമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ എന്നും വീഡിയോ കോൾ വിളിക്കണം. വീഡിയോ കോൾ വിളിച്ചിട്ട് നിൻ്റെ കാതരമായ ശബ്ദം എനിക്ക് കേൾക്കണം എന്നും, എന്നാലേ എനിക്കൊരു സംതൃപ്തി കിട്ടൂ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ എവിടെ പോയാലും എന്നെ കിടത്തി ഉറക്കില്ലല്ലോ എന്ന് മാത്രം ഓർത്തു. പിന്നെ പോരാന്നേരം എന്നോട് പറഞ്ഞു, നീ ദേ ഇവിടെ സംസാരിക്കുന്ന പോലെ ഫോണിൽ കൂടെ എന്നോട് സംസാരിക്കരുത് രാത്രിയിൽ. ഞാൻ ചോദിച്ചാൽ എന്താ പിന്നെ സംസാരിക്കേണ്ടത്? അത് നീ കൂടുതൽ റൊമാൻറ്റിക്കായിട്ട് കുറച്ച് കൊഞ്ചിയും കുഴഞ്ഞും ഒക്കെ സംസാരിക്കണം. എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയും കാലം അങ്ങനെയുള്ള ഭാഷയൊന്നും എൻ്റെ നാവിൽ വന്നിട്ടില്ല. എനിക്കതൊക്കെ പറയാൻ പറ്റുമോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് നിർബന്ധിച്ചു. എടീ, നീ ഹോട്ടായിട്ട് വല്ലതും പറയണേ, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം കട്ടപ്പുകയാകുന്ന. ശ്രമിക്കാം മനുഷ്യ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നാൽ എനിക്ക് പറയേണ്ടി വന്നു മാഡം. രാത്രിയാകുമ്പോഴേക്കും വിളിക്കും വീഡിയോ കോളം. എന്നിട്ടും എന്നോട് പലതും ആവശ്യപ്പെടും. പിന്നെ അത് മാത്രമല്ല, ഓരോന്നും പറയാനും ആവശ്യപ്പെടും. ആദ്യം എനിക്ക് വലിയ മടിയായിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം എൻ്റെ കൂട്ടുകാരിയുണ്ട് സിമി, അവൾ വന്നത്. അവളുടെ ഭർത്താവ് പണ്ട് ഒരു പോഴനാണെന്ന് അവൾ എപ്പോഴും പറയും. പണ്ടേ വിഷയങ്ങളിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ ഭർത്താവ് എങ്ങനെയുണ്ടടി എന്നൊക്കെ എന്നോട് ചോദിക്കും. ഞാൻ പറയും, അങ്ങേര് ഒരു കുഴപ്പമില്ല മോളെ, നല്ല സൂപ്പറായിട്ട് പോകുന്നു എന്ന് ഞാൻ പറയുമ്പോഴേക്കും, നിൻ്റെ ഒരു ഭാഗ്യം, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിന് നല്ല നീളവും വണ്ണവും ഒക്കെയുള്ള ഒത്തിരി മനുഷ്യനല്ലേ എന്ന് പറയും. നീ എന്താടി ഉദ്ദേശം ചോദിക്കുമ്പോഴേക്കും, നല്ല ഉയരമുള്ള നല്ല ബോഡി ഷേപ്പുള്ള വ്യക്തിയാണെന്ന് ഉദ്ദേശിച്ചത്, അല്ലാതെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നീ എഴുതാപ്പുറം വായിക്കരുതേ എന്നോട് പറയും. ഞാൻ പറയും, നിന്നെ അടുപ്പിക്കാൻ കൊള്ളില്ല, നീ മഹാപ്രശ്നക്കാരിയാണ്. ഭർത്താവിനെ പോഴനാണെന്ന് പറഞ്ഞിട്ട് നീ എവിടൊക്കെ മറുകണ്ടം ചാടുമെന്ന് ദൈവത്തിനറിയാമെന്ന് പറയും. അപ്പോൾ അവൾ പറയും, ഇല്ല, എൻ്റെ സാഹചര്യത്തിൽ അത് പറ്റില്ലടി. സത്യമായി ഈ വീട്ടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. വേറെ എങ്ങോട്ടെങ്കിലും വാടകയ്ക്ക് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കലക്കും മോളെ എന്ന് പറയുന്ന ടൈപ്പാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവൾക്ക് സാഹചര്യമില്ലായിരുന്നു. ഞാൻ നാട്ടിൽ വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എടി, എങ്കിലൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ വീട് പൊളിച്ച് പുതിയ വീട് വെക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ വീടിനടുത്തേക്ക് ഏതെങ്കിലും വാടക വീട്ടിലേക്ക് മാറാൻ നോക്കാമെന്ന് പറഞ്ഞു. അത് നല്ലതാ മോളെ. നമ്മളൊന്നിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കൊതിയും നുണയും പരദൂഷണമൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞു. അവളും പറഞ്ഞു, ശരി, ഞാൻ നോക്കാമെന്ന്. എങ്കിലും ഞാൻ വന്നു കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുമ്പോഴാണ് അവർക്ക്
ഞങ്ങളുടെ വീടിനടുത്ത് ഒരു വീട് കിട്ടിയത്. അങ്ങനെ മാറുകയും ചെയ്തു. വന്നു കഴിഞ്ഞ് അവൾ എന്നെ വന്ന് കണ്ടു. ആ, എന്തായാലും കൊള്ളാവടി, നിന്റെ മകൻ അങ്ങ് ബോർഡിങ്ങിൽ പഠിക്കുകയാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട് താനും. പിന്നെ നിനക്കാണെങ്കിൽ സ്വതന്ത്രമായിട്ട് എവിടെയും കറങ്ങാൻ പോകാം. ഞാൻ പറഞ്ഞു, പോ, അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ, ഭർത്താവിന് അമ്മ ഇട്ടിട്ട് ഞാൻ കറങ്ങാൻ പോകാൻ പറ്റുമോ? എന്നാലും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എടി, ഭർത്താവ് എന്നെ കറങ്ങാൻ കൊണ്ടുപോകുന്നില്ല, നിൻ്റെ കൂടെങ്കിലും എനിക്ക് കറങ്ങാമല്ലോ പകൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന്. അതിനെന്താ, നമുക്ക് കറങ്ങാൻ പോകാമെന്ന് ഞാനും സമ്മതിച്ചു. കാര്യം അത്രയ്ക്ക് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും എനിക്കില്ല. ഞാൻ പറയുന്ന പോലെയൊക്കെ ഹസ്ബൻഡ് കേൾക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 പെണ്ണുങ്ങളും കൂടി നല്ല ഗോസിപ്പൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നു. പർച്ചേസ് ചെയ്യാനെല്ലാം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. എൻ്റെ അമ്മായിമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അമ്മയോട് എതിർത്തൊന്നും പറയാറില്ല, അല്ലാതെയൊന്നും മിണ്ടില്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് പറഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോകും. കുട്ടിയെ ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ അവനവിടെ നിൽക്കുന്നത് ഇഷ്ടവുമാണ്. എൻ്റെ ഭർത്താവിന് 2 സഹോദരന്മാരാണ് ഉള്ളത്. ഒരാൾ സെറ്റിൽഡാണ്, മറ്റേ ആൾ തീരെ ചെറുപ്പമാണ്, PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്ത് അവൻ ബാംഗ്ലൂരായിരുന്നു. ആ കോഴ്സ് കഴിഞ്ഞ് അവൻ വന്നത് ഞാൻ വന്നു കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടാണ്. അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളൊക്കെ കാണാറുണ്ട്. മാനസികമായി വലിയ അടുപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും അവൻ ജോളി ടൈപ്പാണെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ വന്നു കഴിഞ്ഞ് അവനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു മാറ്റമാണ് ഈ ആൺപിള്ളേർക്ക്! ഒരു പ്രത്യേക പ്രായമാകുമ്പോഴേക്കും ആണത്തം നിറകുടം പോലെ തുളുമ്പും. ഇവനാണെങ്കിൽ നല്ല സൗന്ദര്യമുള്ളൊരു പയ്യനാണ്. എൻ്റെ ഭർത്താവിന് പോലും അത്രയും സൗന്ദര്യമില്ല, ഈ ഫാമിലിയിൽ ആർക്കുമില്ല. അതിൻ്റെ എല്ലാം കൂടി അവന് കിട്ടിയിരിക്കുകയാണ്. കൊള്ളാം, ചെക്കന് കിട്ടുന്ന പെണ്ണ് അവൾ ഭാഗ്യവതി തന്നെ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പെട്ടെന്ന് കമ്പനിയായി. ഞാനാണെങ്കിൽ അവന് ഇഷ്ടമുള്ളതൊക്കെ വെച്ച് കൊടുക്കും. കുറച്ച് നാളത്തേക്ക് അവനോട് കാണും. വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തോ കോഴ്സ് പഠിക്കണമെന്നാണ് അവൻ്റെ ആഗ്രഹം. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറയുക, ആ, എന്തായാലും അവൻ വന്നല്ലോ, ഇനി ഒരു വർഷമെങ്കിലും അവനോട് കാണടി. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് 10 ദിവസത്തേക്ക് പോരെ. 10 ദിവസം നിനക്ക് അലർജിയൊന്നും ഉണ്ടാകില്ല, നിന്നെ ഞാൻ ഒന്ന് കാണട്ടേന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവധി എടുത്ത് ഇങ്ങോട്ട് വാ, അതാണ് നല്ലത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിനെ സ്റ്റോപ്പ് ചെയ്തു. എങ്കിലും ഇടയ്ക്ക് അദ്ദേഹം വരുമേ, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ കുറച്ച് ദിവസത്തെ ലീവേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിന് സംതൃപ്തിയും സന്തോഷവും ഞാനങ്ങ് നോക്കും. എൻ്റെ ഭർത്താവ് വരുമ്പോഴൊക്കെ സിമിയും കാണുന്നുണ്ട്. എൻ്റെ അടുത്ത കൂട്ടുകാരിയാണെന്നറിയാം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആരെയും ഒരു പരിധിയിൽ കൂടുതൽ ശ്രദ്ധിക്കില്ല. അത് എൻ്റെ ഭാഗ്യം. പക്ഷേ സിമിയാണെങ്കിൽ എൻ്റെ ഭർത്താവിനെ ചൂഴ്ന്ന് ആഴ്ന്ന് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തിരി ഇളക്കം കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വീഴുമെന്ന് അവൾക്ക് തോന്നിക്കാണും. പക്ഷേ പുള്ളിക്കാരൻ ഒരു പ്രത്യേക ടൈപ്പ് ആയതുകൊണ്ട് അവളുടെ കിടയിൽ വീഴില്ല, അതെനിക്കറിയാം. ഒരു ദിവസം അവളുടെ ആംഗ്യങ്ങളും ചേഷ്ടകളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നീ വെറുതെ ട്രൈ ചെയ്യണ്ട, പുള്ളി വിശ്വാമിത്രനെ പോലെയാണെന്ന്. ആ, വിശ്വാമിത്രൻ്റെ തപസ് ഒരു സുന്ദരി വന്നപ്പോൾ ഇളക്കിയില്ലേ, നിന്നേക്കാൾ സുന്ദരിയടി ഞാൻ, ഇളക്കി കാണിക്കണം എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഇളക്ക് അടിയിൽ തട്ടും, അല്ലാതെ പ്രത്യേകിച്ച് നിനക്കൊരു ഗുണവുമില്ല എന്ന് പറയും. ഭർത്താവിനെ എനിക്കത്ര വിശ്വാസമാണ്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. എങ്കിലും അവൾ ഇളക്കക്കാരിയാണെന്നും ഏത് സാഹചര്യം കിട്ടിയാലും അവളുടെ സ്വഭാവം മാറുമെന്നും എനിക്കതൊരു വാണിംഗ് ആയിരുന്നു. അനിയൻ വീട്ടിൽ വന്നത് പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരാൻ വലിയ ഉത്സാഹമാണ്. സിനിമ നടനെ പോലെയാണ് നിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ കൊള്ളാം, നീ വന്ന് പേരുദോഷം കേൾപ്പിക്കരുത്. ചെക്കൻ കല്യാണമൊന്നും കഴിച്ചതല്ല, അവൻ്റെ ഭാവി ഇല്ലാതാക്കരുതെന്ന് പറയും. ഒന്ന് പോടി, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാം മാനേജ് ചെയ്യാൻ അറിയാം. ഞാൻ വർഷങ്ങളായിട്ട് ഓരോ കഥകൾ പറയുന്നു, നിന്നോടും ഞാൻ വർണ്ണിച്ച് പറയുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ മറ്റൊന്ന് നടന്നിട്ടില്ല. ഇപ്പോൾ ഇത്രയും സുന്ദരക്കുട്ടപ്പനുള്ളപ്പോൾ ഞാൻ ട്രൈ ചെയ്യട്ടെടി, നീയാണെങ്കിൽ വെറുതെ എന്നെ ശല്യപ്പെടുത്താതിരിക്കൂ എന്ന് പറഞ്ഞ് അവനോട് ഒട്ടി നിന്ന് സംസാരിക്കും. ഞാൻ കൂടുതൽ ഇടപെടാൻ പോകില്ല. ഒരു ദിവസം അനി എന്നോട് പറഞ്ഞു, ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ മോനെ? ചേച്ചിയുടെ കൂട്ടുകാരി, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാര്യം? അല്ല, അവർ സംസാരിക്കുമ്പോഴൊക്കെ അസാധാരണമായി എന്നെ ടച്ച് ചെയ്യുന്നു. അവർക്ക് വേറെന്തെങ്കിലും കുഴപ്പമുള്ള സ്ത്രീയാണോ? ഞാൻ എന്ത് കുഴപ്പമാണ് നീ ഉദ്ദേശിച്ചത്? അല്ല, അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരെന്നെ വളയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് കിട്ടി ഞാൻ ചിരിച്ചു. അല്ലടാ,
ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർ മാത്രമേ വളയ്ക്കാൻ ശ്രമിക്കുകയുള്ളൂ. നീ ഒരു നല്ല പയ്യനല്ലേ, കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ആഗ്രഹം തോന്നിയതാണെങ്കിലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നെ സൂക്ഷിച്ചു നോക്കി. എനിക്കെന്തായാലും ആ സ്ത്രീയോട് യാതൊരു താല്പര്യവുമില്ല. ഞാൻ വിചാരിക്കുന്ന സൗന്ദര്യമൊന്നും അവർക്കില്ല. പക്ഷെ അവൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും അവൾ എന്നേക്കാൾ സുന്ദരിയാണെന്നും പിന്നെ അവൾ നോക്കിക്കഴിഞ്ഞാൽ ആരും മയങ്ങുമെന്നും. നീ മയങ്ങിയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പുഞ്ചിരിച്ചു. ചേച്ചി ഒന്ന് പോയേ, അവരെ കാണാൻ എനിക്കത്ര അട്രാക്റ്റീവായിട്ടൊന്നും തോന്നിയില്ല. ചേച്ചി അതിനേക്കാളൊക്കെ 100 മടങ്ങ് സുന്ദരിയാണ്. ഒന്ന് പോടാ, നീ എന്നെ വെറുതെ കളിയാക്കുകയല്ല. നമ്മുടെ ഫാമിലിയിലൊക്കെ പലരും പറയാറുണ്ട് എൻ്റെ ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ ഭാര്യയാണ് ഏറ്റവും സുന്ദരിയെന്ന്. ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോ? അറിഞ്ഞില്ല. എന്തായാലും നീ പറഞ്ഞപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുന്നു മോനെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം, ഇനി ചെക്കന് എന്നോട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണില്ല എന്ന് ഞാൻ ഓർത്തു. ഒരു ദിവസം അവൾ സംസാരിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എടി ഒരു കാര്യം അറിയാമോ, അവന് നിന്നോട് യാതൊരു താല്പര്യവുമില്ല. സംസാരിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം മങ്ങി. പക്ഷേ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അസൂയയും അവളുടെ മുഖത്ത് മിന്നി മറന്നത് കണ്ടു. എങ്കിലും അവൾ അടക്കി പിടിച്ച് എന്നോട് പറഞ്ഞു, ശരി, ഞാൻ കളം പിൻവാങ്ങുന്നു. നീയാണ് സുന്ദരിയെന്ന് ഞാനങ്ങ് സമ്മതിച്ചു. ഈ ഒരു ഗെയിമിൽ നിന്ന് ഞാൻ പിന്മാറുന്നു. ഞാനിനി അവനെ ശ്രദ്ധിക്കുന്നേയില്ലടി. പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നിനക്ക് ചാൻസ് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്ന് പൊടി, നിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ എൻ്റെ മനസ്സിലേക്ക് കുത്തിക്കയറ്റാതെ. പിന്നെ വീട്ടുകാരൊക്കെ നന്നായി പോവുകയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ ഓർത്തിരിക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയാൽ മതി, എൻ്റെ ജീവിതം അതോടെ നശിക്കും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പിന്നെ ഭർത്താവ് അറിഞ്ഞുകൊണ്ടാണോ? ഇതിപ്പോൾ ഭർത്താവിൻ്റെ അനിയല്ലേ, അവന് നിന്നോട് നല്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നീ സുന്ദരിയാണെന്ന് പറയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സുന്ദരി ആയതുകൊണ്ടല്ലേ അവൻ പറഞ്ഞത്? എനിക്ക് നീ അത്ര വലിയ സുന്ദരിയായിട്ടൊന്നും തോന്നില്ല, അവനെന്തോ ലക്ഷ്യം കാണും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നീ മിടുക്കിയാണെന്നുണ്ടെങ്കിൽ നീ സുന്ദരിയാണെന്ന് തെളിയിക്ക് എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത വിഷയമാണ് തോന്നിയത്. അവൾ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ പറഞ്ഞു. എന്ന് വെച്ചിട്ട് ഞാനിതിനൊക്കെ ഇറങ്ങിത്തിരിക്കാൻ പറ്റുമോ? എന്നാലും അവൾ എന്നോട് പറഞ്ഞു, എടി ചെക്കൻ ജിമ്മിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്ത്രങ്ങളൊക്കെ ഇല്ലയോ, അതൊക്കെ നനച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് നീയും കൊണ്ട് കുറച്ച് വിരിച്ചിടും മോളെ. എല്ലാം നിൻ്റെ നല്ല തൊങ്ങൽ പിടിപ്പിച്ച വസ്ത്രങ്ങളായിരിക്കണം. അതിങ്ങനെ അവൻ ദിവസവും കാണട്ടെ. ചിലപ്പോൾ അവൻ അതിലൊന്ന് ടച്ച് ചെയ്യും, ചിലപ്പോൾ അവനതൊന്ന് എടുക്കും, ചിലപ്പോൾ അവൻ മോഹം കൊള്ളും, ചിലപ്പോൾ അവൻ താലോലിക്കും. ഒന്ന് പോടി, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് അവനെ ഇടയ്ക്കിടയ്ക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുമോളെ, എന്തെങ്കിലും കാണും. ഇപ്പോഴത്തെ കാലത്ത് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതങ്ങനെ എടുക്കുക. എന്നിട്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുക, എന്താണ് നീ കാണിച്ചെന്ന്. അപ്പോൾ അവൻ ഉള്ളിലിരിപ്പ് പറയും. അപ്പോൾ നീ ത്യാഗിണിയായിട്ടും നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചിലപ്പോൾ സമ്മതിച്ചു പോകും എൻ്റെ കണ്ണാ എന്ന് പറഞ്ഞ് നീ അങ്ങ് ഇറങ്ങിത്തിരിക്കണം മോളെ. ഒന്ന് പോടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അല്ല മോളെ, ഇത് നിനക്ക് ഒരവസരമാണ്, ട്രൈ ചെയ്യൂ. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ വാക്കുകൾ എന്നെ സ്വാധീനിച്ചു. ഞാനും അവൾ പറഞ്ഞതുപോലെ പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു ദിവസം അവൻ തന്നെ എല്ലായിടത്ത് വെയിലത്ത് വെച്ച് തിരിച്ചു മറിച്ചു വിടുന്നത് കണ്ടു. അത് പിന്നെ ശരിക്കും ഉണങ്ങാത്തത് ആർക്ക് വേണമെങ്കിലും തിരിച്ചു മറിച്ചു വിടാമല്ലോ. അത് ഞാൻ വലുതായി കണക്ക് കൂട്ടിയില്ല. പക്ഷെ പിന്നീട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സ്ഥിരമായിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പല പ്രവൃത്തികളും അവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടു. ഒരു ദിവസമില്ലേ മാഡം, ഒരു കറുത്തൊരു സാധനം, അത് അപ്രത്യക്ഷം ഞാൻ നനച്ചിട്ടിരുന്നാണേ കാക്ക എടുത്തോണ്ട് പോയെന്ന് മാഡം പറയരുത്. ഏത് കാക്ക എടുത്തോണ്ട് പോയെന്ന് എനിക്കറിയാം. ഈ വീട്ടിലെ അണ്ടൻ കാക്ക തന്നെയാണ്. അത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ അതേപ്പറ്റി അവനോട് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. സിമി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവനോട് വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ റൂമിലേക്ക് ചെന്നു. അവനവിടെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചോദിച്ചു, മോനെ, എൻ്റെ കറുത്തൊരു സംഗതി അഴയിൽ കിടന്നത് കാണുന്നില്ല. നീയും ഉണക്കാൻ ഒത്തിരി തുണികൾ അവിടെ ഇട്ടിരുന്നല്ലോ, അപ്പോൾ അറിയാതെ എടുത്തോണ്ട് നിൻ്റെ റൂമിൽ കൊണ്ടുവന്നോന്ന്. അവൻ പറഞ്ഞു, ഏയ് ഞാനും കൊണ്ടുവന്നിട്ടില്ല. അല്ലടാ മോനെ,
നിൻ്റെയും കറുപ്പ് എൻ്റെയും കറുപ്പ്, ഞാനൊന്ന് നോക്കട്ടെ എവിടെ നിൻ്റെ തുണി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു അതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാലും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ അവൻ ഇതൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് പോലെയുണ്ട്, അതിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ല. ചേച്ചി ഇവിടെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, നോക്കട്ടെടാ അലമാരയുടെ ഞാൻ നോക്കട്ടെ, അലമാര തുറക്കരുത്. അതെന്താ അലമാരയ്ക്കകത്ത് വല്ല നിധിയും വെച്ചിട്ടിപ്പുണ്ടോ, ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് പൂട്ടിയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ തുറന്നു. എന്നിട്ട് 2-3 സംഗതികൾ പൊക്കി നോക്കിയപ്പോൾ എനിക്ക് കിട്ടി. ഇതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഉണങ്ങിയ സാധനങ്ങളുടെ കൂട്ടത്തിൽ നീ അറിയാതെ എടുത്താണെന്ന് എനിക്ക് തോന്നി. സാരില്ല കേട്ടോ, ഞാനത് കൊണ്ടുപോവാണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടി നിവർത്തുന്ന പോലെ ഒന്ന് നിവർത്തി കാണിച്ചിട്ട് ഇങ്ങേ പോന്നു. അവനത് കണ്ട് സ്തബ്ധനായി നിൽക്കുകയാണ്. അവന് ഞാനൊരു ഡോസ് കൊടുത്തെന്ന് എനിക്ക് മനസ്സിലായി. നിഗൂഢമായ ഒരാഹ്ലാദം എന്നിൽ അലയടിച്ചു. ഞാൻ അടുക്കളയിൽ നിൽക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എക്സ്പ്ലനേഷനും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ ഇത് അറിയാതെ പറ്റിപ്പോയതാണ്, നീ എന്തിനാണ് ഇത്രയ്ക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എന്നാലും ചേച്ചി എന്നെ തെറ്റിദ്ധരിക്കും. ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, എനിക്ക് നല്ല ധാരണകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നിന്നോട് പറയുകയാണ്, ഇങ്ങനെ എല്ലാം കറുത്തത് വാങ്ങിക്കരുത്. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം വ്യത്യസ്തമായ നല്ല ഫാഷനബിളായി കുത്തും പുള്ളിയും വരെയൊക്കെ ഉള്ളതല്ലേ വാങ്ങിക്കുന്നത്. നീ എന്താ അങ്ങനെയുള്ളത് വാങ്ങിക്കാത്തത്? നിനക്കിഷ്ടമല്ലേ എന്ന് ചോദിച്ചു. ചേച്ചിക്ക് പക്ഷേ എല്ലാം കറുത്തതാണല്ലോ കൂടുതൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവിന് അതാ ഇഷ്ടം. ഞാനാണെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ വന്നേ പിന്നെ 1-2 ജോഡി വാങ്ങിച്ചു. ബാക്കി അവിടെ ഉള്ളപ്പോൾ എൻ്റെ ഭർത്താവല്ലേ വാങ്ങിച്ചുകൊണ്ട് തരുന്നത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് തരുന്നത് ഞാനിങ്ങിടും, അത്രേ ഉള്ളൂ മോനെ. ഇനിയിപ്പോൾ ഞാനും കളേഡായിട്ടുള്ളത് വാങ്ങിക്കും. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ. നിനക്കും ഞാൻ വാങ്ങിച്ചു തരാം, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി എന്നെ കളിയാക്കാമെന്ന് ചോദിച്ചു. ഞാൻ എന്തിനാണ് നിന്നെ കളിയാക്കുന്നത്? ഇതൊക്കെ കളിയാക്കുന്ന കാര്യമാണോ? ഇതൊക്കെ മനുഷ്യന് അത്യാവശ്യമുള്ള കാര്യമല്ലേ? പുറവും അകവും എല്ലാം ഭംഗിയായിരിക്കണ്ടേ മോനെ? അതും നീ ഒരു സുന്ദരനല്ലേ? നിന്നെ കണ്ട് മോഹിച്ച ആളുകൾ അടുത്ത് വരുമ്പോൾ അവർക്കും ഒരു മോഹം ഏറി തോന്നണ്ടേ എന്ന് പറഞ്ഞു. ചേച്ചി എന്താണ് ഇങ്ങനെ ഓപ്പണപ്പായിട്ട് സംസാരിക്കുന്നത്? ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ മനഃപൂർവ്വം തന്നെ എടുത്തോണ്ട് പോയതാണെന്ന് എനിക്കറിയാം. അങ്ങനെ മോഹങ്ങൾ മറച്ചു വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലും എന്തെങ്കിലും ഉണ്ടെന്ന് നീ വിചാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ പോസിറ്റീവ് സിഗ്നൽ കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളുടെ റൂട്ട് ക്ലിയർ ആയത്. അത് കഴിഞ്ഞിട്ടും അവന് പേടിയായിരുന്നു. ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാകില്ല, നീയായിട്ട് വായ തുറന്ന് ആരോടും ഒന്നും പറയരുത്. പിന്നെ എൻ്റെ കൂട്ടുകാരി സിമിയില്ലേ, അവളെ നീ ശ്രദ്ധിക്കണം. അവൾ നിന്നെ വന്നപ്പോൾ തൊട്ട് നോട്ടമിട്ടിരിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഇടയ്ക്കങ്ങ് കയറും കേട്ടോ എന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അവനെ അന്തഃപുര വാതിലുകൾ തുറന്നു കൊടുത്ത് ആനയിച്ചത്. സത്യം പറഞ്ഞാൽ അപ്പോഴാണ് സിമി പറഞ്ഞ ഭാഗ്യം എനിക്ക് മനസ്സിലായത്. ഭർത്താവിനേക്കാൾ എത്രയോ വ്യത്യസ്തനാണ് ഭർത്താവിൻ്റെ അനിയൻ. എൻ്റെ ഭർത്താവിന് പൗരുഷമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒരു സൗരഭ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവനങ്ങനെയല്ല. സ്വാഭാവികമായിട്ടും സുഗന്ധമുള്ള ഒരാളായി അവനെ എനിക്ക് തോന്നി. എൻ്റെ ഭർത്താവ് എപ്പോഴും എന്നോട് പറയാറുണ്ട്, എടി നീ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ച് പറയണം, അപ്പോഴാണ് എനിക്ക് രസം ഉണ്ടാകാമെന്നും. ഞാൻ പറയുമ്പോൾ മനുഷ്യ എനിക്ക് പറ്റില്ല ഇങ്ങനെ കമൻറ്ററി നടത്താമെന്ന്. പിന്നെ വീഡിയോ കോളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിൽ ഞാനിപ്പോൾ നന്നായി പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഭർത്താവിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണ്ടേ? അപ്പോൾ പിന്നെന്ത് ചെയ്യാനാണ്? എന്തായാലും ഇവിടെ ഞാൻ എല്ലാം പുറത്തെടുത്തു. ഭർത്താവ് തന്ന ട്രെയിനിങ് എനിക്കിവിടെ ഒത്തിരി ഉപകാരപ്പെട്ടു. മോനെ കുട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഭർത്താവ് പറഞ്ഞ പല കാര്യങ്ങളും ചേർത്തങ്ങ് പറഞ്ഞു. ചെക്കനോർത്തു ഞാൻ അവനെ ഒത്തിരി ഇഷ്ടപ്പെട്ട് പ്രോത്സാഹിപ്പിക്കുവാണെന്നും. അവൻ ഒളിമ്പിക്സിനോടുന്ന പോലെ അങ്ങോടി. അതുപോലെ എൻ്റെ ജീവിതം പുണ്യമായി നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ അങ്ങനെ ഒഴുകിയ തീർത്ഥക്കരയിൽ ഞാൻ പിന്നെയും എന്നും മുങ്ങിക്കുളിച്ചു. പക്ഷേ അടുപ്പം കൂടി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് പൂജയും തീർത്ഥവുമില്ലാത്ത ഒരു ദിവസങ്ങളും ഇല്ലെന്നായി. അമ്മായിമ്മ വൈകുന്നേരമാകുമ്പോഴേക്കും കിടന്നുറങ്ങുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഭർത്താവ് വരുമ്പോൾ ഞാൻ പതിവ്രതാരത്നമായി പെരുമാറുകയും ചെയ്യും. അങ്ങനെ എല്ലാം സ്മൂത്തായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം ഞാനും അനിയനും കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോഴില്ലയോ ചെക്കനാണെങ്കിൽ കുസൃതി കാട്ടുകയാണ്. ഞാൻ പറഞ്ഞു പോപ്പോ നിർത്തിയിട്ട് മോനെ പോന്ന്. അവൻ പറഞ്ഞു
ഇല്ലാന്ന് പറഞ്ഞ് 2 പോപ്പോ ഒന്നിച്ച് അവൻ അവിടെ നിക്ഷേപിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞങ്ങ് പോയി. ഞാൻ നോക്കിയപ്പോഴുണ്ട് പുറത്തുനിന്നുള്ള അടുക്കളവാതിൻ്റെ സൈഡിൽ നിൽക്കുന്നു എൻ്റെ കൂട്ടുകാരി. അവൾ എന്നെ വന്ന് കണക്കറ്റ് ശകാരിച്ചു. വേറൊന്നിനുമല്ല, അവളോട് ഞാൻ ഈ ബന്ധത്തിൻ്റെ പ്രോഗ്രസ് പറഞ്ഞില്ല. എല്ലാം നടന്നെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്നും നടന്നില്ല, ആരംഭമാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ആരംഭമാണെങ്കിലും അവസാനമാണെങ്കിലും ഇത്രയും കാഴ്ചകൾ ഞാൻ കണ്ടു. ഇനി എൻ്റെ ഊഴമാണ്. നീ പറഞ്ഞ് സമ്മതിപ്പിക്കണം. കാര്യം ഈ ഐഡിയ കൊണ്ടുവന്നതും മോഹമുണ്ടാക്കിയതും മോഹിച്ചതും എല്ലാം ഞാൻ തന്നെയാണ്. വയ്യാന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ച് ഉടനെ ഞാൻ കാര്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കും, വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്, അവൾ ഇതിനൊക്കെ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയാം. ഞാൻ അനിയനോട് കാര്യം പറഞ്ഞു. അവനാദ്യം മനസ്സില്ലായിരുന്നു, എങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ സമ്മതിച്ചു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത്രയും കാലം അവൾ എന്നെ കളിപ്പിക്കുകയായിരുന്നു. കാര്യം അവൾ പറഞ്ഞത് അവൾക്ക് ഒന്നും അറിയില്ല, സാഹചര്യം ഇല്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അവൾ മല മറിച്ചിരുന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ ദിവസവും മല മറിക്കുന്ന ഒരുത്തിയാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അതിന് കാരണം ചെക്ക എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, അവരുടെ കയ്യിലുള്ള വിദ്യകൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അവർക്ക് ഒരു സർവകലാശാല മേധാവിയാകാമെന്നും പിന്നാമ്പുറത്ത് കൂടി 10 ഗജവീരന്മാരെ എഴുന്നള്ളിക്കാമെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ നഗ്ന സത്യത്തിന് മുമ്പിൽ ഞാൻ പകച്ചു നിന്നു. 24 മണിക്കൂറും ചരക്ക് ഗതാഗതം നടത്തുന്ന സൂയസ് കനാലാണ് അവളെന്ന് എനിക്കന്നാണ് മനസ്സിലായതും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എൻ്റെ കൂട്ടുകാരിയല്ലേ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഒരു സംശയം, അവളുമായിട്ട് അവൻ ഒത്തിരി അങ്ങ് അടുക്കുമോ? പിന്നെ ഹസ്ബൻഡ് വരുമ്പോൾ ഇപ്പോൾ ഇവനുള്ള പ്രിയം കൊണ്ട് ഹസ്ബൻഡിനോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഇവൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പിന്നെ എൻ്റെ കൂട്ടുകാരിയും അവനോട് അധികാരം സ്ഥാപിക്കണം. നീ എവിടെ പോയി കല്യാണം കഴിച്ചാലും ജോലി ചെയ്താലും ഒക്കെ ഞാൻ വിളിക്കുമ്പോൾ ഓടി വരണമെന്ന്. ഇതൊക്കെ ഓർക്കുമ്പോൾ ഇത് വലിയൊരു കുരുക്കായി തീരുമോയെന്ന് എനിക്ക് പേടിയുണ്ട് മാഡം. അവൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്ക് അവനോട് പല വിധത്തിലുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തോന്നാം, അവന് തിരിച്ചു തോന്നാം. അങ്ങനെയായി കഴിയുമ്പോഴേക്കും കൂടുതൽ കുളമാകാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ഇമോഷൻസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. നാട്ടുകാരറിയാം, വീട്ടുകാരറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളോ വഴക്കോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കുളമാകും. ബെറ്റർ എന്ന് പറയുന്നത് അവനെ എവിടെയെങ്കിലും പറഞ്ഞു വിടുക, ജോലിക്കോ മറ്റോ പറഞ്ഞു വിട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാവരും ശാന്തരാകുക. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കുക. അല്ലാതെ ഈ ബന്ധം എല്ലാ കാലത്തും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളതാണെന്നും അല്ലെങ്കിൽ എന്നും നിലനിൽക്കുമെന്നും ഒന്നും കരുതാതിരിക്കുക. ആവശ്യത്തിൽ കൂടുതലുള്ള സീരിയസ്നെസ് ഇതിന് കൊടുക്കാതിരിക്കുക. പക്ഷേ സീരിയസ്നെസ് കൊടുക്കണം. ഏത് കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസസീവ്നെസ്സും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇത് നാട്ടുകാരെയോ വീട്ടുകാരെയൊക്കെ അറിഞ്ഞിട്ട് അവനവൻ്റെ ജീവിതം പ്രശ്നബാധിതമാകാതെ ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ഒതുക്കത്തിൽ സംയമനത്തോടുകൂടി വിവേകത്തോടുകൂടി ചെയ്യുക. ആവേശമല്ല ഇവിടെ വേണ്ടത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കൂട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുക. ഇതൊക്കെ നിർത്തി നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അത് ചെയ്യുമെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക.